السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, നിത്യമായ ജാഗ്രത സദാ എപ്പോഴും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമുക്കറിയാം, റമളാൻ മാസത്തിൻ്റെ മഹത്വവും പവിത്രതയും ഒരുപാട് കേട്ടവരാണ് നമ്മളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് തന്നെ, യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ്സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ് കേട്ടോ, മുൻഗാമികൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായ ഒരു കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, നമ്മൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയിട്ടാണ് നമ്മളിലേക്ക് നോമ്പ് വന്നിട്ടുള്ളത് എന്ന്. ഇപ്പം നമസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ അങ്ങനൊരു പ്രത്യേകമായി ഊന്നി പറഞ്ഞിട്ടില്ല. എന്നേ റമളാനെ പറ്റി പറഞ്ഞപ്പോൾ, നോമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് തഖ്വ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ തഖ്വ പരിശീലിപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ അതിനു വേണ്ടിയിട്ടാണ് നോമ്പ് വന്നത്, അതിനു വേണ്ടിയിട്ടാണ് നാം നടപ്പിലാക്കിയത് എന്ന് പറയാനുണ്ടായിരുന്ന കാരണം. നമുക്കറിയാം, ഈ ആധുനികതയിൽ എമ്പാടും വിദ്യാഭ്യാസ ഉത്തുംഗതയിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അവരുടെ സ്വകാര്യ ജീവിതം പരിശോധിച്ചാൽ ചിലപ്പോൾ പുറമേ ഒരു രാഷ്ട്രത്തിൻ്റെ നായകനായിരിക്കും, എല്ലാവർക്കും മുന്നിൽ അറിയപ്പെടുന്ന ഒരാളായിരിക്കും, ഒരു മന്ത്രിയായിരിക്കും, MLA ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ അവരുടെ സ്വകാര്യ ജീവിതം നോക്കുമ്പോൾ ആകെ ചീഞ്ഞ് നാറി എവിടെയും എടുക്കാൻ പറ്റാത്ത രീതിയിൽ വലിച്ചെറിയപ്പെടേണ്ടവരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു നല്ല കാർഡിയാക്, ഒരു ഹൃദയരോഗ വിദഗ്ധൻ, അയാൾ അറിയപ്പെട്ട ഒരു ഡോക്ടറായിരിക്കും, എല്ലാം കൊണ്ടും പ്രശസ്തനായിട്ടുണ്ടാവും. പക്ഷെ ചിലപ്പോൾ സ്വകാര്യ ജീവിതത്തിൽ അയാൾ വട്ടപൂജ്യനായിരിക്കും. ഏത് രംഗത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഈ വിഭാഗത്തെ മാറ്റി നിങ്ങൾ ഇങ്ങനെയുള്ളവരാകാൻ വേണ്ടിയിട്ടുള്ളതല്ല, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കേണ്ടവരാണ്. എന്തുകൊണ്ടാണ്? തഖ്വയുള്ളവർക്കാണ് സ്വർഗ്ഗമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അർത്ഥശങ്കക്ക് അടിയില്ലാത്ത രീതിയിൽ പറഞ്ഞതാണ്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗസ്ഥം കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ അതിശീഘ്രം മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അത് തഖ്വയുള്ളവർക്ക് മാത്രം ഒരുക്കി വെച്ചൊരു സങ്കേതമാണ്, എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞില്ല. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ് സ്വർഗം. അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രഖ്യാപനമാണ്. അതെന്താണ് അങ്ങനെ? അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് കർമ്മങ്ങൾ ആരുന്നാ സ്വീകരിക്കുക എന്ന് പറഞ്ഞത്. ഏതെങ്കിലും സന്ദർഭത്തിൽ കളവറിയുക, നമ്മുടെ ഇഷ്ടമുതലുകൾ വിറ്റഴിക്കാൻ വേണ്ടി കളവറിയുക, ചതിക്കുക, വഞ്ചന നടത്തുക, ഒപ്പം നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, എല്ലാം ഉണ്ട്. അവിടുന്നൊക്കെ കർമ്മങ്ങൾ സ്വീകരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ടോ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. കർമ്മങ്ങൾ സ്വീകരിക്കുമെന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുത്തത് അത് തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ്. ഇന്നമാ, അതൊരു പ്രത്യേകമാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല. അവരിൽ നിന്ന് മാത്രമാണ് കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ അവൻ റെഡിയായിട്ടുള്ളത്. ആരിൽ നിന്നാണ്? തഖ്വയുള്ളവരാണ്, തഖ്വയുള്ളവരിൽ നിന്നാണ്. സഹോദരന്മാർ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ സുഹൃത്ത്, ചങ്ങാതി, മിത്രം എന്നൊക്കെ പറഞ്ഞത് ആരെയാണ്? ഇപ്പൊ നമ്മളൊക്കെ അങ്ങനെ കുറെ വലികളൊക്കെ കേട്ടിട്ടുണ്ടാവും. വലിയുള്ളാഹി അന്തർപ്പാപ്പ, വലിയുള്ളാഹി ചേക്കൂട്ടിപ്പാപ്പ, വലിയുള്ളാഹി കുഞ്ഞുപ്പാപ്പ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ എന്ന് പറഞ്ഞത് അവരെയല്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ മിത്രങ്ങൾ, സുഹൃത്തുക്കൾ, ഔലിയാക്കൾ അവർ പേടിക്കുന്നവരല്ല, അവർ ബേജാറാകുന്നവരല്ല, അവർ വിശ്വസിച്ചവരാണ്, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാണ്. കണ്ട, അപ്പൊ വിശ്വാസമുണ്ട്, തഖ്വയുണ്ട്, വിശ്വാസമുണ്ട്, തഖ്വയുണ്ട്. അവർ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് വിളിച്ചു? വലിയെന്ന് വിളിച്ചു.
അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് വിളിച്ചു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നമ്മളോട് അള്ളാഹുവിൻ്റെ വലികളാകാൻ വേണ്ടി പ്രഖ്യാപിച്ചത്, പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിൻ്റെ വലികൾക്കുള്ളതാണ് സ്വർഗം. അള്ളാഹുവിൻ്റെ വലികളിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. എത്ര സ്ഥലത്താ? വിശ്വസിച്ചവരെ നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. തഖ്വ പാലിക്കുന്ന മുറപ്രകാരം പാലിക്കണം. നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടയാക്കരുത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. വിശ്വാസികളെ, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഈ പരക്കം പാച്ചിലുണ്ടല്ലോ, അതിനിടയിൽ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഉറ്റാലോചിക്കണം. നിങ്ങൾക്ക് തഖ്വ വേണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വബ്തഗൂ ഇലൈഹി വസീല. വിശ്വാസികളെ, നിങ്ങൾക്ക് തഖ്വ വേണം കേട്ടോ. നിങ്ങൾ അള്ളാഹുവിനെക്കുള്ള സമീപന മാർഗത്തെ തേടിക്കൊള്ളണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദ. വിശ്വാസികളെ, നിങ്ങൾക്ക് തഖ്വ വേണം. നിങ്ങൾ സത്യവർത്തമാനം പറയണം. എത്ര സ്ഥലത്താ വിശ്വാസികളെ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾക്ക് തഖ്വ വേണം, നിങ്ങൾക്ക് തഖ്വ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? തഖ്വയുള്ള മുത്തക്കികൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ റമദാൻ വരുമ്പോൾ നമ്മൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താണ്? സഹോദരന്മാരെ, നമുക്കിപ്പോൾ നോമ്പാണ്, പകലാണ്. നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ചിലപ്പോൾ അറിയാണ്ടൊക്കെ വെള്ളം കുടിച്ച് പോയിട്ടുണ്ടാവും. പൈപ്പിലെ വധു കൊടുക്കുന്ന സമയത്തൊക്കെ അവരവരുടെ ബാല്യകാലം ഓർത്ത് ചിന്തിക്കും. ആ ചിന്ത നമുക്കിപ്പോൾ പുറത്തേക്ക് നിർഗളിക്കുന്ന രൂപത്തിൽ പുറത്തേക്ക് വരുന്നുണ്ടാവും. ഒരു തമാശയായിട്ട് ചിന്തിച്ചേക്കാം. എന്നാൽ ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു ചോക്ലേറ്റ് ഉണ്ട്, നമ്മുടെ മുന്നിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്, നമ്മുടെ മുന്നിൽ കുടിക്കാനോ തിന്നാനോ എന്തെങ്കിലും വല്ല വസ്തുക്കളുണ്ട്. നമ്മൾ റൂമിൽ തനിച്ചാണ്, ആരും കാണാനില്ല, ഭാര്യ കാണാനില്ല, വേറെ ആരും കാണാനില്ല. എന്നാലും നമ്മൾ അറിയാതെ ഒരു കഷ്ണം ചോക്ലേറ്റ് എടുത്തിട്ട് വായിലിടുന്നില്ല, ഒരു ഇറക്ക് വെള്ളം കുടിക്കുന്നില്ല. ഒതുവെടുക്കുമ്പോൾ തന്നെ സൂക്ഷ്മതയാണ്, വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ എന്ന്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒതുവെടുക്കുമ്പോൾ മൂക്കിക്കയറ്റി ചീറ്റുന്ന ആ ചീറ്റലുണ്ടല്ലോ, സാധാരണഗതിയിൽ പോലെ റമദാനിൽ പാടില്ല എന്ന് പറഞ്ഞത്. എന്താണത്? അതൊരു സൂക്ഷ്മതയാണ്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്താണ്? ആരെയാണ് ഭയക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ആരും കാണാനില്ല, ആരും കേൾക്കാനില്ല. അടുക്കള ജോലിയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന നമ്മുടെ സ്ത്രീകൾ, അവിടെ കുട്ടികൾ കാണാനില്ല, ഭർത്താവ് കാണാനില്ല, മറ്റാരും കാണാനില്ല. പക്ഷേ ഒരു മധുരത്തിന്റെ കഷ്ടം അറിഞ്ഞുകൊണ്ട് അവർ വായിലിടുന്നില്ല. എന്താണ്? അറിയുന്നവൻ അറിയുന്നുണ്ട്. അതാണ് ആത്മനിയന്ത്രണവും ഭയഭക്തിയും എന്ന് പറയുന്നത്. അതാണ് തഖ്വ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ തഖ്വ റമദാനിന്റെ പകലിൽ നമ്മൾ സൂക്ഷിക്കുന്നു. ആ സൂക്ഷിക്കുന്ന രീതി നിങ്ങളുടെ തുടർ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ നടത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശീലന കളരി എന്ന രീതിയിലാണ് തഖ്വ വന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതുകൊണ്ടാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി, വലിയ പണ്ഡിതനാണ്, 5ാമത്തെ ഖലീഫ എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹം പറഞ്ഞു, ലൈസ തഖ്വ ബിസിയാമിൻ നഹാർ. തഖ്വ എന്ന് പറഞ്ഞത് അതെന്താണ്? പകലിൽ നോമ്പനുഷ്ഠിക്കലല്ല, വലാ ബിഖിയാമിൽ ലൈൽ, രാത്രി നിസ്കരിക്കലല്ല, ഇതിങ്ങനെ മാറ്റി മാറ്റി ചെയ്യുക. രാത്രി നിസ്കരിക്കുക, പകൽ നോമ്പ് വെക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുക എന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണോ ഹറാമാക്കിയത് പരിപൂർണമായി വർജിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് നമ്മളിൽ നിന്ന് ഹറാമാക്കിയ സംഗതികൾ? നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. മൊബൈൽ ഫോൺ, നമ്മൾ കാണുന്ന റീൽസുകൾ, നമ്മൾ കാണുന്ന ഫിലിമുകൾ, നമ്മൾ കാണുന്ന വീഡിയോകൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചതാണോ? നമ്മൾ ചിന്തിക്കണം, നമ്മുടെ തുടർ ജീവിതത്തിൽ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ സംഗതികളെ പരിപൂർണമായി വർജിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞ, നമ്മളോട് കഴിയുന്ന രൂപത്തിൽ അനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് കഴിയുന്ന രൂപത്തിൽ അനുഷ്ഠിക്കുക. അതാണ് തഖ്വ എന്ന് അദ്ദേഹം പറയാം. ആ തഖ്വ നമ്മുടെ പകലിൽ നമുക്കുണ്ട്. ഹറാമുകൾ നമ്മൾ വർജിതമാണ് നോമ്പിൽ. ആ ഹറാമുകൾ വർജിക്കുന്ന രീതി നമ്മുടെ രാത്രികളിലും പെരുന്നാൾ ദിവസവും പിറ്റേന്നും തുടർന്ന് അങ്ങോട്ടും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്ന മഹത്തരമായ കാര്യം, അതിൻ്റെ പരിശീലനമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല റമളാനിനെ നമ്മളെ പ്രവേശിപ്പിച്ചതിൽ അവൻ നമ്മളിൽ ഉദ്ദേശിച്ചത് എന്നാണ് ഒന്നാമത്തെ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വതആല റമളാനിനെ പറ്റി പറഞ്ഞപ്പോൾ, ഷഹ്റു റമളാൻ അല്ലദീ യുൻസില ഫീഹിൽ ഖുർആൻ
ഹുദൽ ലിന്നാസി വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫൽയസും വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ യുരീദു അല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹു അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ മാസമാണ് ഖുർആൻ ഇറക്കിയത് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ചിട്ട് പറയാണ്, വലിതുകബ്ബിറുല്ലാഹു അലാ മാ ഹദാകും, നിങ്ങൾക്ക് സന്മാർഗം നൽകിയതിന്റെ പേരിൽ അവനെ പ്രകീർത്തിക്കാൻ. അത് പെരുന്നാളാണ് എന്നൊക്കെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് സന്മാർഗം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല, അതിനുവേണ്ടി അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ, വലഅല്ലകും തഷ്കുറൂൻ, അവനോട് നന്ദി കാണിക്കാൻ. അപ്പൊ എത്രയായി? 3 കാര്യങ്ങളായി. ഒന്ന് തഖ്വിയായി, ഒന്ന് അവൻ നമുക്ക് നൽകിയ ഈമാനിനെ അവനോട് പ്രകീർത്തിക്കാൻ, മൂന്നാമത്തത് അവനിക്ക് നന്ദി കാണിക്കാൻ. അതുകൊണ്ടാണ് സഹോദരന്മാർ ഈ ആയത്തിന്റെ നേരെ ചുവടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന ആയത്തുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് യുജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനെ പറ്റി പറയാണ്, നോമ്പിനെ പറ്റി പറയാണ്, എന്നിട്ട് കൊണ്ടുവരുന്ന ഒരു ആയത്താണ്. അതിന് യേശു നോമ്പിലേക്ക് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു പോകുന്നത്. എന്താണ് കൊണ്ടുവന്നത്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമ എന്നെ പറ്റി ചോദിച്ചാൽ താങ്കൾ പറയണം ഞാൻ സമീപത്ത് തന്നെയുണ്ട്. അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇവിടെ ഉണ്ട് എന്നല്ല സൂഫികളുടെ വിശ്വാസപ്രകാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ കുല്ലി മക്കാൻ, അങ്ങനെയല്ല. മറിച്ച് അള്ളാഹുവിന്റെ അറിവ് സകല വസ്തുക്കളിലുമുണ്ട്. മനുഷ്യന്റെ കണ്ണിന്റെ കട്ടുനോട്ടവും മനുഷ്യന്റെ മനസ്സുകളിൽ വയ്ക്കുന്ന അന്തരാളങ്ങളിൽ അവൻ സൂക്ഷിക്കുന്ന നിഗൂഢമായ രഹസ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എൻ്റെ അടിമ എന്നെ പറ്റി ചോദിച്ചാൽ അന്നി ഫഇന്നി ഖരീബ്, ഞാൻ സമീപത്ത് തന്നെയുണ്ട് എന്ന് പറയുക, ഞാൻ അടുത്തു തന്നെയുണ്ട്. അല്ലാഹുവിന്റെ അറിവാണ്. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ നാം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ, തേടുന്നവൻ തേടുമ്പോൾ, ചോദിക്കുന്നവൻ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് നാം ഉത്തരം നൽകും. പക്ഷെ അല്ലാഹുവിന്റെ 2 കണ്ടീഷൻ ഉണ്ട്. ഫസ്തജീബൂ ലി, അവൻ എൻ്റെ ആഹ്വാനം സ്വീകരിച്ചു കൊള്ളട്ടെ. വൽയുഅ്മിനൂ ബി, കണ്ടാ, എന്നെ കൊള്ളവൻ ഈമാൻ കൊള്ളട്ടെ, എന്നെ കൊള്ളവൻ വിശ്വസിച്ചു കൊള്ളട്ടെ, എന്നെ കുറിച്ച് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ആരാ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ചോദിക്കുന്നവൻ ചോദിക്കുമ്പോൾ ഞാൻ സമീപത്ത് തന്നെയുണ്ട്. അവരെന്താണ് ചോദിക്കുന്നത് അതിന് ഞാൻ ഉത്തരം തന്നെ നൽകും. പക്ഷെ ഒരു കണ്ടീഷൻ, അവരെൻ്റെ ആഹ്വാനം സ്വീകരിച്ചു കൊള്ളട്ടെ, എന്നെ കൊള്ളവൻ വിശ്വസിച്ചു കൊള്ളട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരാൾ ഈമാനോട് കൂടി നോമ്പ് തെറ്റു, ഈമാനോട് കൂടി, കേവലം യാന്ത്രികമായ അത്താഴത്തിന്റെ സമയം എഴുന്നേറ്റു, ഉപ്പ എഴുന്നേറ്റു, ഉമ്മ എഴുന്നേറ്റു, ഭാര്യ എഴുന്നേറ്റു, കുട്ടികൾ എഴുന്നേറ്റു, അങ്ങനെ യാന്ത്രികമായ നോമ്പല്ല, മറിച്ച് ഈമാനോട് കൂടി നോമ്പ് തെറ്റു, ഇഹ്തിസാബോട് കൂടി നോമ്പ് തെറ്റു. അപ്പോൾ പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, എന്താണെന്നറിയോ, അവരുടെ മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കും, മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കും. എങ്ങനെ നോറ്റാൽ? ഈമാനോട് കൂടി നോറ്റാൽ. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരാൾ രാത്രി നിസ്കരിച്ചു. എങ്ങനെ നിസ്കരിച്ചു? ഉറക്കച്ചോടോടെ നിസ്കരിച്ചു എന്നല്ല, ഏതെങ്കിലും ദിവസം ഉറങ്ങിപ്പോന്നതിനെ പറ്റിയല്ല പറയുന്നത്, മറിച്ച് സ്ഥിരമായി ഈ ഒരു യാന്ത്രികമായ ഒരു നിസ്കാരം അങ്ങനെയല്ല. ഈമാനോട് കൂടി നോമ്പ് തെറ്റു, ഇഹ്തിസാബോട് കൂടി നോമ്പ് തെറ്റു, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ മുൻ കഴിഞ്ഞ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കും. സഹോദരന്മാർ, ഇത് വലിയ വിഷയമാണ്. ഈ റമദാനെ പറ്റി പറയുമ്പോൾ ഈമാൻ കൊണ്ടുവരുന്നു. റമദാനെ പറ്റി പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ആധാരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉണർത്തിക്കൊണ്ടുവരുന്നു. എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞില്ലേ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് താങ്കൾ പഠിച്ചിരിക്കണം. ഫസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ വേണ്ടി പറഞ്ഞു, പിന്നെയാണ് ഇസ്തിഗ്ഫാറിനെ പറ്റി പറയുന്നത്. ആദ്യം ഇസ്തിഗ്ഫാർ അല്ല, ആദ്യം അള്ളാഹുവിനെ പറ്റിയുള്ള അറിവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ വേണ്ടി കൃത്യമായി
പഠിപ്പിക്കുകയും അത് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? താങ്കളുടെ പാപത്തിന് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടണം. അതുപോലെ തന്നെ സത്യവിശ്വാസികളുടെയും വിശ്വാസികൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ആദ്യം എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണമെന്നാണ്. സഹോദരന്മാരെ, നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചതിൻ്റെ മഖ്സദ് എന്താണ്? അതിൻ്റെ ഉദ്ദേശത്തെ വമാ ഖൽഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഒരു മനുഷ്യനെയും ജിന്നിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല അവൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ. അടിസ്ഥാനപരമായ കാര്യം. ഒരു മനുഷ്യനെയും ജിന്നിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല അവൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ. എന്തിനാ പ്രവാചകന്മാർ അഖിലവും വന്നത്? എന്തിനാ മൂസാ നബി വന്നത്? എന്തിനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്? എന്തിനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്? എന്തിനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്? എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ അഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ ഉമ്മത്തിലും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അൻ അഅ്ബുദുല്ലാഹ്, അവർ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വജ്തനിബുത് താഗൂത്ത്, അല്ലാഹുവിന് പുറമെ എന്തൊക്കെ വസ്തുക്കൾ ആരാധിക്കുന്നുണ്ടോ, ഏതൊക്കെ ശക്തികൾ ആരാധിക്കുന്നുണ്ടോ, ഏതൊക്കെ പ്രഭവ കേന്ദ്രങ്ങൾ ആരാധിക്കുന്നുണ്ടോ, അത് ചിലപ്പോൾ കല്ലാവാം, കരടാവാം, അതുപോലെ തന്നെ മുള്ളാവാം, മുരടാവാം, മൂർക്കമ്പാവാം, കാഞ്ഞിരക്കുറ്റയാവാം, അഭിഷേകം ചെയ്യുന്ന പാലാവാം, മുടക്കുന്ന തേങ്ങയാവാം, കണിക്ക വെക്കുന്ന എന്തെങ്കിലും വസ്തുക്കളോ ചക്രങ്ങളോ എന്തെങ്കിലും ആവാം. അല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ ഏർവാടിയിലോ മമ്പുറത്തോ ഉള്ള തങ്ങന്മാരോ അതുപോലെ തന്നെ 3 പേറ്റുമോ പോലെയുള്ള വലികളോ ആരെങ്കിലും ആവാം. അല്ലാഹുവിന് പുറമെ മനുഷ്യന്റെ ആരാധന ഇനങ്ങൾ ഏതെങ്കിലും ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നുണ്ടോ അതിനെ പരിപൂർണമായി വർജിക്കുക. വജ്തനിബുത് താഗൂത്ത്. അതിനു വേണ്ടിയിട്ടാണ്. ഒപ്പം എന്താണ്? അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാ പ്രവാചകന്മാർ വന്നത്. വമാ അർസൽനാക മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. എന്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അതിനു വേണ്ടിയിട്ടാണ്. അതാണ് ആത്യന്തികമായ ലക്ഷ്യമെന്ന സഹോദരന്മാരെ. അതുകൊണ്ടാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി. ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരും ആദ്യമായി പറഞ്ഞ സംഗതി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനെ മാത്രം ഏകനാക്കണം എന്നതാണ്. അവന് കൂടെ ഒരു തരം പങ്കാളിത്തം പാടില്ല എന്നതാണ് ഞാനും എനിക്ക് മുമ്പ് വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞ സംഗതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറയുകയാണ്. സഹോദരന്മാർ, എന്തിനാ വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്ന? വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? അത് ബലാഗുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള ഉത്ബോധനമാണ്. വലിയുൻസിറു വലിയഅലമു അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ് വലിയസ്സക്കറ ഉലുൽ അൽബാബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ പറയുന്നത്. ഇത് ജനങ്ങൾക്കുള്ള ഉത്ബോധനമാണ്. അവർ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അവനല്ലാതെ ഒരു ഇലാഹില്ല, അവൻ മാത്രമാണ് ഏകനായ ആരാധ്യൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കലാണ് ഖുർആന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ പ്രവാചകന്മാർ വന്നത്, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്, അതുപോലെ തന്നെ സകല വേദഗ്രന്ഥങ്ങളും സകല കിതാബുകളും ഇറങ്ങിയത് അതാണല്ലോ. ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വൽഅസ്ബാത്ത് വമാ ഊതിയ മൂസ വഈസാ വന്നബിയ്യൂന ബിറബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. കണ്ടാ? അതേ ഈസാ നബിക്ക് ഇറങ്ങിയത്, മൂസാ നബിക്ക് ഇറങ്ങിയത്, ഇബ്രാഹിം നബിക്ക് ഇറങ്ങിയത്, ഇസ്ഹാഖിനെ ഇറങ്ങിയത്, ഇസ്മായിലിനൊക്കെ ഇറങ്ങിയത്, അതിലൊക്കെയും വിശ്വസിച്ചു എന്ന് പറയുക. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്കിടയിൽ ഒരു വിവേചനവുമില്ല. ഒരു വിവേചനവും നാം കൽപ്പിക്കുന്നതല്ല. ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ അവർക്കൊക്കെ വേദഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്, കിതാബുകളുണ്ട്, ഏടുകളുണ്ട്, സുഹുഫുകളുണ്ട്, പല രൂപത്തിലും ഇറക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെയും വിശ്വസിച്ചു എന്ന് പറയുക, അതിലൊരു വിവേചനവുമില്ല. അതെന്താണ്? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ അഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കലാണ് അടിസ്ഥാനപരമായ ലക്ഷ്യം. സഹോദരന്മാരെ, നമ്മളൊക്കെ മനസ്സിലാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അറിഞ്ഞ് മരിച്ചു പോയ ആള് സ്വർഗത്തിൽ പ്രവേശിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല വാക്കുണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖൽ ജന്ന, മൻ ഖാല മുഖ്ലിസൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ്റെ അവസാന വാക്കായി ചൊല്ലി അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഇഖ്ലാസോടുകൂടി ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പൂർത്തീകരണം നടത്തുകയാണ്. ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞ് പഠിച്ച് മരിച്ചു പോയവൻ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പറഞ്ഞത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ചൊല്ലാറുണ്ട്, നമ്മൾ ഓരോരുത്തരും ചൊല്ലാറുണ്ട്. നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ മറുപടി ആയിട്ട് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ മറുപടി ആയിട്ട് പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും ദിക്റിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെ വായിലേക്ക് വന്നേക്കാം. പക്ഷെ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? പഠിക്കാൻ വേണ്ടി പറഞ്ഞ, വ്യക്തമായി അതിനെ നിദാന ദർശനമായി അവതരിപ്പിച്ച ആ സംഗതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് ലാ എന്ന് പറഞ്ഞാൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ എന്ന് പറഞ്ഞാൽ നാഫിയൻ ജമിയ യുഅബദു മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിൻ്റെ പുറമെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതിനെ പരിപൂർണമായി നിഷേധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ, ലോകങ്ങളുടെ സൃഷ്ടാവിനും പുറമെ, ലോകങ്ങളുടെ ഉടമസ്ഥന് പുറമെ, ലോകങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്ന റബ്ബിന് പുറമെ ഏതൊക്കെ വസ്തുക്കളെയും ശക്തികളെയും പ്രഭവ കേന്ദ്രങ്ങളെയാണോ മനുഷ്യൻ ആരാധിക്കുന്നത്, ആ ആരാധിക്കുന്ന സകലതിനെയും നിഷേധിച്ചു. കല്ല്, കരട്, മുള്ള്, മുരട്, മുറുക്കമ്പാമ്പ്, കാഞ്ഞിരക്കുറ്റ്, പലതും. അതുപോലെ തന്നെ ഏർവാടി മുത്തപ്പെട്ട ഔലിയാക്കന്മാർ, വമ്പറന്തങ്ങൾ, രാമതലി, ശോതാക്കന്മാർ, നാഗൂർ, അജ്മീർ, ഏർവാടി മുത്തപ്പെട്ട തങ്ങന്മാർ, ഇങ്ങനെ എന്തൊക്കെയാണ് മനുഷ്യൻ ആരാധിക്കുന്നത്? ആൾത്താരാവാം, കോവിലാകാം, മണ്ഡപങ്ങളാവാം, സ്തൂപങ്ങളാവാം, പ്രതിമകളാകാം. ആരാധിക്കപ്പെടുന്ന സകലത്തിനും അത് നിഷേധിച്ചു. ലാ ഇലാഹ, അങ്ങനൊന്നില്ല. ഇല്ലല്ലാഹ് മുസ്ബിതൻ അൽ ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക. എന്താണ് മുസ്ബിത്തൻ? സ്ഥിരപ്പെടുത്തി. ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രമാക്കി സ്ഥിരപ്പെടുത്തി. അള്ളാഹുവിനെ മാത്രമാക്കി സ്ഥിരപ്പെടുത്തി. ഏതില്? ഇബാദത്തിൽ. ഏതുപോലെ? മുൽക്കിൽ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉടമസ്ഥ അധികാരത്തിൽ ഒരു പങ്കുകാരുമില്ല എന്നവർ പറയുന്നു എങ്കിൽ ഇബാദത്തിലും ഒരു പങ്കുകാരനുമില്ല. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മൾ ആരാ സൃഷ്ടിച്ച് വെച്ച് നമ്മളെന്താ പറയാം? നമ്മൾ പറയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയും. ആരാ മഴ പെയ്പ്പിക്കുന്നത് നമ്മൾ ചോദിച്ചാൽ നമ്മളെന്താ പറയാ? അല്ലാഹു ആണെന്ന് പറയും. നിങ്ങൾക്ക് കേൾവിശക്തിയും കാഴ്ചശക്തിയും അധീനപ്പെടുത്തി തന്നവൻ ആരാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും നമ്മൾ അല്ലാഹു ആണെന്ന് പറയും. ഇപ്പൊ ഹൈന്ദവ വിശ്വാസികളോട് ചോദിക്കുന്നു, ഈ ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവനാണ്, അത് സർവേശ്വരനല്ലേ എന്ന് പറയും. ഒരു ക്രിസ്ത്യാനോട് ചോദിക്കുന്നു, ഈ ലോകം മുഴുവനും പഠിച്ചവനാരാ? കർത്താവല്ലേ. എന്താ സംശയം? കർത്താവനല്ലേ. ഓക്കെ, എങ്കിൽ ഈ കാണുന്ന മുത്തുക്കോട്ട അപ്പനെയും മൂകാംബി ക്ഷേത്രത്തെയും അതുപോലെ തന്നെ മുത്തപ്പനെയും അവിടെയൊക്കെ നിങ്ങൾ പോയിട്ട് തൊഴുകയും ആഗ്രഹസഫലീകരണം നടത്തുന്നത് എന്താണ്? ആ ലോകേശനെ സർവേശ്വരനെ മാത്രം ആരാധിച്ചാൽ പോരെ അവരെന്ത് പറയും? അതൊന്നും ശരിയില്ല എന്ന് പറയും. ഇതേ അവസ്ഥ. സഹോദരന്മാരെ, ലോകങ്ങളുടെ സൃഷ്ടാവ് അല്ലാഹു ആണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നുവെങ്കിൽ, ലോകങ്ങളുടെ ഉടമസ്ഥാധികാരം അള്ളാഹുവിനാണ് എന്ന് നമ്മൾ വകവെച്ചു കൊടുക്കുന്നെങ്കിൽ, ലോകങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ആണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നെങ്കിൽ, എൻ്റെ നേർച്ചയും എൻ്റെ ആഗ്രഹവും എൻ്റെ അഭയതേട്ടവും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഇസ്തിഗാസവും എൻ്റെ ഇസ്തിയാനയും എൻ്റെ തവക്കലും എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ മാത്രം പരിമിതപ്പെടുത്തണമെന്ന വ്യക്തമായ പ്രഖ്യാപനം, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചില്ലറക്കാരിയല്ല. അതുകൊണ്ടാണ് സഹോദരന്മാരെ നമ്മളോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞത്. നമുക്കറിയാം, നമ്മളെപ്പോഴും ഇവിടെ നിന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നമ്മൾ ചൊല്ലുന്നു. ഒരു ദിവസം ഫർള് മാത്രം നിസ്കരിക്കുന്നവൻ ഏകദേശം 17 പ്രാവശ്യങ്ങൾ ചൊല്ലുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയമെന്നാണ്. ലോകങ്ങളുടെ റബ്ബ്. ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകങ്ങളിൽ ഉള്ളവനാണോ ലോകങ്ങൾക്ക് പുറത്താണോ? ആരാ പറയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകങ്ങളിൽ ഉള്ളവനാണോ ലോകങ്ങൾക്ക് പുറത്താണോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ ചൊല്ലുന്നത്. ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അവൻ എവിടെയാണ്? എവിടെയാണ്? ആരാ പറയാ? ഇങ്ങനെ അല്ലാഹു ലോകങ്ങളിൽ ഉള്ളവനാണോ ലോകങ്ങൾക്ക് പുറത്താണോ? നമ്മളെപ്പോഴും പറയുന്ന ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. നമ്മൾ പറയുന്നില്ലേ? അപ്പൊ അല്ലാഹു എവിടെയാണ്? എവിടെയാണല്ലോ? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് ലോകം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകങ്ങളിൽ ഉള്ളവനല്ല, അവന്റെ സൃഷ്ടിയാണ് ലോകം. അങ്ങനെ ലോകങ്ങളെ സൃഷ്ടിച്ച റബ്ബിനാകുന്നു സർവസ്തുതിയും. റബ്ബിന്, ലോകങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിനാണെന്നല്ല അവിടെ കൊടുത്ത പദം. ലോകങ്ങളെ സൃഷ്ടിച്ച റബ്ബിനാകുന്നു സർവസ്തുതിയും. എന്താ റബ്ബ് എന്ന് പറഞ്ഞാല്? ഒന്ന്
റബ്ബാണ് ഈ ലോകത്തിന്റെ ഉടമസ്ഥാധികാരമുള്ളവൻ. ഇപ്പൊ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ ഉടമസ്ഥാധികാരമുള്ളവൻ റബ്ബിനെ കൊള്ളെ ഞാൻ അഭയം തേടുന്നു. മലിക്കിന്നാസ്, ജനങ്ങളുടെ ഉടമസ്ഥാധികാരമുള്ളവൻ. മറ്റെന്താ പറഞ്ഞേ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബിനെ കൊള്ളെ ഞാൻ അഭയം തേടുന്നു. ആ ജനങ്ങൾ റബ്ബ് ആരാണ്? ജനങ്ങളുടെ ഉടമസ്ഥാധികാരമുള്ളവനാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്. മനസ്സിലായോ? അപ്പൊ റബ്ബിൽ എന്തുണ്ട്? ഉടമസ്ഥാധികാരമുണ്ട്. തീർന്നില്ല. യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ ശംസ വൽ ഖമർ കുല്ലൻ യജ്രി ലിഅജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. അവനാണ് പകലിനെ രാത്രിയിലേക്കും രാത്രിയെ പകലിലേക്കും പ്രവേശിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവനാണ് സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അവൻ ആരാണ്? അവനാണ് നിങ്ങളുടെ അല്ലാഹ്, അവനാണ് നിങ്ങളുടെ റബ്ബ്, അവനാണ് ഉടമസ്ഥാധികാരം എന്ന് പറഞ്ഞ ഈ ലോകങ്ങളുടെ സകല വസ്തുക്കളെയും ഉടമസ്ഥാധികാരം ആർക്കാ? അത് അല്ലാഹുവിനാണ്. അല്ലാഹു ലോകങ്ങളിലുള്ളവനാണോ? അല്ല, അവൻ ലോകങ്ങൾക്ക് പുറത്താണ്. അതുമാത്രമല്ല, ഈ ഉടമസ്ഥാധികാരമുള്ള ലോകത്തെ സൃഷ്ടിച്ചവൻ ആരാണ്? അതാണ് ദാലികുമുല്ലാഹു റബ്ബുക്കും ഖാലിഖു കുല്ലി ഷൈ. ദാലികുമുല്ലാഹ്, അവനാണ് നിങ്ങളുടെ അല്ലാഹ്. എങ്ങനെ? റബ്ബുക്കും, അവൻ നിങ്ങളുടെ റബ്ബാണ്. ഖാലിഖു കുല്ലി ഷൈ, സകല വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചു. എല്ലാ വസ്തുക്കളെയും, കണ്ണിൽ കാണുന്നതാകട്ടെ കണ്ണിൽ കാണാത്തതാകട്ടെ, കടലിന്റെ ആഴിയിലുള്ള കൂടുതൽ നിൽക്കുന്ന മത്സ്യങ്ങളാകട്ടെ മറ്റ് ജന്തുക്കളാകട്ടെ, അതുപോലെ തന്നെ എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ സകല വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ അവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവനെ റബ്ബ് എന്ന് വിളിച്ചു, റബ്ബ് എന്ന് വിളിച്ചു. നിർത്തിയില്ല. അതായത് ലോകങ്ങളുടെ ഉടമസ്ഥൻ അല്ലാഹ്, ലോകങ്ങളുടെ സൃഷ്ടാവ് അത് അല്ലാഹ് മാത്രവുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലിക്കു സമഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംർ. സകല വസ്തുക്കളെയും നിയന്ത്രിക്കുന്നവൻ, സകല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അവൻ ആരാണ്? അവൻ ആരാണ്? അവനാണ് ദാലികുമുല്ലാഹു റബ്ബുക്കും. കണ്ട, അവനാണ് നിങ്ങളുടെ അല്ലാഹ്, അവനാണ് നിങ്ങൾ റബ്ബ്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ ഈ മഹത്തായ ലോകത്തിന്റെ ഉടമസ്ഥാധികാരമുള്ളവൻ, മഹത്തായ ലോകത്തിന്റെ സൃഷ്ടാവ്, മഹത്തായ ലോകത്തിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, അവനെയാണ് റബ്ബ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, സഹോദരികളെ, ഈ റബ്ബിനെ മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്നു. അവിടെയാണ് വിഷയം. ഈ റബ്ബ്, ഈ റബ്ബ്, ഈ പറഞ്ഞ റബ്ബ്, സൃഷ്ടാവായ റബ്ബ്, നിയന്ത്രിക്കുന്ന റബ്ബ്, അതുപോലെ തന്നെ എല്ലാ പടച്ച റബ്ബ്, എല്ലാറ്റിനും ഉടമസ്ഥനായ റബ്ബ്, അതിനെ അള്ളാഹുവിന്റെ രീതിയിൽ വകവെച്ചു കൊടുത്തിരുന്നു പരിപൂർണ രീതിയിൽ. ആര്? മക്കയിലെ മുശ്രിക്കുകൾ. അവിടെ തർക്കമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ മൻ യർസുഖു മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലിക്കു സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വമൻ യുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ ആരാണ്? കാഴ്ച ശക്തിവനെ അധീനപ്പെടുത്തി തന്നവൻ ആരാണ്? കേൾവി ശക്തിവനെ അധീനപ്പെടുത്തി തന്നവൻ ആരാണ്? അവര് പറയും അല്ലാഹു ആണെന്ന്. അതിൽ തർക്കമില്ല. ഏടെ തർക്കം വന്നത്? അങ്ങനെ അള്ളാഹുവിനെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തിന്റെ സകല ഇനവും ആ അള്ളാഹുവിലേക്ക് മാത്രം പരിമിതപ്പെടുത്തണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനത്തെ അവർ അംഗീകരിച്ചില്ല. അജല ആലിയത്തൻ ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശീഉൻ ഉജാബ്. നീ എല്ലാ ഇലാഹിനെയും കൂടി ഒന്നാക്കിയോ? ഇത് മഹത്തായ കാര്യമാണ്. എല്ലാ ആരാധ്യ വസ്തുക്കളെയും ഒന്നാക്കിയോ? നമുക്ക് അവിടെ ഒരു ക്യൂബ് വേണ്ടേ? ഇവിടെ ഒരു ചർച്ച് വേണ്ടേ? ഇവിടെ ഒരു അൽത്താര വേണ്ടേ? ഇവിടെ ഒരു മക്കാമ് വേണ്ടേ? ഇവിടെ ഒരു ദർഗ വേണ്ടേ? ഇവിടെ ഒരു വലിയ വേണ്ടേ? അതുപോലത്തെ അൽത്താറുകളും മരങ്ങളും ബിംബങ്ങളും ബീവിമാരും ഒക്കെയും വേണ്ടേ? നീ എന്താണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിഞ്ഞു. സഹോദരന്മാരെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, മക്കയിൽ ഒരിക്കലും എന്തുണ്ടായിരുന്നില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഗ്രഹം ഉണ്ടായിട്ടില്ല. കഅബയിൽ 300 ചില്ലാണ് വിഗ്രഹം ഉണ്ടായിരുന്നു. ആ കഅബയിൽ എവിടെയും അള്ളാഹുവിന്റെ വിഗ്രഹം ഉണ്ടോ? ഉണ്ടായിരുന്നോ? ഇല്ല. അള്ളാഹുവിന്റെ വിഗ്രഹം അവർ വെച്ചില്ല. അവർ വെച്ച വിഗ്രഹത്തിന്റെ സകല വിശ്വാസവും എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ അടുക്കൽ ഇവർ ശുപാർശ ചെയ്യും.
വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്. ഇവർ അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവരാണ്. അതാണ് അവരുടെ വിശ്വാസം. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. നമ്മൾ അള്ളാഹുവിൻ്റെ പുറമെ വലികളെ സ്ഥാപിച്ചത്, അള്ളാഹുവിൻ്റെ പുറമെ വലികളുടെ പ്രതിമകൾ വെച്ചത്, അള്ളാഹുവിൻ്റെ പുറമെ വലികളിലേക്ക് നമ്മൾ തിരിയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെക്കുള്ള സമീപന മാർഗം ഇവർ നമ്മൾ നേടിത്തരുമെന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഈമാനെ പറ്റിയുള്ള ദൃഢമായ അറിവ് നമുക്കുണ്ടായിരിക്കണം. ഒരുപാട് അറിവുകൾ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈമാൻ നമ്മൾ പങ്കിലമാണ്, ഈമാൻ നമ്മൾ ദുർബലമാണ്. ആ അറിവ് മുഴുവനും, ആ കർമ്മങ്ങൾ മുഴുവനും നമ്മൾ ഇന്ന് പാഴായിപ്പോകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരാൾ ഈമാനോടുകൂടി, പ്രതിഫലിച്ചോടുകൂടി ഒരാൾ റമളാനിൽ നോമ്പ് നോറ്റാൽ അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ പുറത്തു തരും. സഹോദരന്മാരെ, ഈമാന് വിരുദ്ധമാകും. ഇപ്പം ഞാനിവിടെ പ്രസംഗിക്കുന്നു, ഈ പ്രസംഗിക്കുന്ന പ്രസംഗം നിങ്ങളെല്ലാവരും കഴിഞ്ഞാൽ പറയണോ, നല്ല പ്രസംഗം കേട്ടാ, ഓ ടോപ്പാ എന്നാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ എൻ്റെ സകലൊന്നും പൊളിഞ്ഞ്. അത് ശിർക്ക് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയത്. ലഘുവായ ശിർക്ക് എന്നാണ്. അതായത് ഒരാൾ റിയാകൂടി കർമ്മങ്ങൾ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹ് ദജ്ജാലിനെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു സദസ്സിലേക്ക് കടന്നു പോയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ മസീഹ് ദജ്ജാലിനേക്ക് ഭയക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കുന്നു, അയാളുടെ നിസ്കാരത്തെ മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി അയാൾ നിസ്കാരത്തെ ഭംഗി കൂട്ടുന്നുവെങ്കിൽ അത് ഷിർക്കുൽ ഖഫി എന്ന ലഘുവായ ഷിർക്ക് എന്ന. ഒരാൾ നിസ്കാരം ഇങ്ങനെ നല്ല ഭംഗിയിൽ, അയാൾ സ്വാഭാവികമായി സ്വതസിദ്ധമായ രീതിയിൽ അയാൾക്കൊരു ഭംഗിയുണ്ട്, നിസ്കാരത്തിന് ഒരു തിലാവത്തിന് ശൈലിയുണ്ട്, അതിനെല്ലാം വിമർശിക്കുന്നത്. മറിച്ച് അയാൾ ആളെ കാണിക്കാൻ വേണ്ടി കൂടുതൽ എക്സ്ട്രാഗേറ്റിംഗ് ആയി ഒരു ഭംഗി കൂട്ടാം, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ഒരു ഭംഗി കൂട്ടാം. കുറേ സമയം റുക്കൂല് സുജി, ഒറ്റക്കാണെങ്കിൽ ഒറ്റക്കടക്കട നിസ്കരിക്കും, ഒറ്റക്കാണെങ്കിൽ ബേബേ ഇങ്ങനെ ഓതി അങ്ങ് തീർക്കും. എന്നാൽ 2-3 ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിലോ അയാളുടെ നിസ്കാരം മഹാഭംഗിയുള്ളതാണ്. എങ്കിലെന്താണ്? അത് ലഘുവായ ശിർക്കെന്നാണ്. ഒരാൾ പ്രസംഗിക്കുന്നു, അയാളുടെ പ്രീതി മാത്രം എന്താണ്? അള്ളാഹുവിനല്ല. സൃഷ്ടികൾ നല്ലത് പറയണം, ജനങ്ങൾ നല്ലത് പറയണം, എങ്കിലെന്താണ്? അത് ശിർക്കുൽ ഖഫിയാണ്, ലഘുവായ ശിർക്കാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇഹ്തിസാബ്, പ്രതിഫലേച്ഛ മറ്റുള്ള സൃഷ്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതെന്തായി മാറി? അത് ശിർക്കായി മാറി. എങ്കിലൊരു കാര്യം ചോദിച്ചട്ടെ, അള്ളാഹുവിന് മാത്രം കൊടുക്കുന്ന ദുആയ, അള്ളാഹുവിനൊക്കെ മാത്രം കൊടുക്കുന്ന നേർച്ച, അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ബരമേൽപ്പിക്കൽ, അള്ളാഹുവിന് മാത്രം പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷ, അള്ളാഹുവിന് മാത്രം പ്രതീക്ഷിക്കേണ്ട ആഗ്രഹം, അള്ളാഹുവിനെ മാത്രം കൊടുക്കേണ്ട തേട്ടങ്ങൾ, ഇതൊക്കെയും മറ്റു മഖ്ലൂക്കാത്തുകൾക്കും വലികൾക്കും പ്രവാചകന്മാർക്കും കൊടുക്കുന്നെങ്കിൽ അത് എങ്ങനെയാണ് ശിർക്കല്ലാതാകാതിരിക്കുന്നത്? ചിന്തിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇഹ്തിസാബോടുകൂടി റമദാനിൽ നോമ്പ് നോക്കണം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തരത്തിലും പങ്കുകാർ പാടില്ല. അള്ളാഹുവിനെ മാത്രമായിരിക്കണം പ്രതിഫലേച്ഛ. ഈമാൻ ഉണ്ടാകണം, ഒപ്പം ഇഹ്തിസാബ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആ ഈമാന്റെ കൂടെ ഒരു കളങ്കവും പാടില്ല. അതാണ് സഹോദരന്മാരെ. മൂന്നാമതെന്നതാണ് റമളാനെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നതിൽ ലഅല്ലക്കും തഷ്കുറൂന, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടെന്ന. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹം. ഇങ്ങനെ ഇരിക്കാൻ കഴിയാത്ത എത്ര ആളുണ്ട്? കസേരയിൽ ഇരിക്കാൻ കഴിയാത്ത എത്ര ആളുണ്ട്? ഒന്ന് നിവർന്ന് നിൽക്കാൻ വേണ്ടി പറ്റാത്ത എത്രയാളുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ഓരോ മൈക്രോ സെക്കൻഡുകളിൽ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകത്തെന്നറിയോ? ആ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നത് കൊണ്ടാണ്. ആ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നീങ്ങിപ്പോടുമ്പോഴാണ് നമ്മൾ വലിയ വലിയ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ അവിടെ വലിയ ബോർഡ് കാണാം, ജനറൽ മെഡിസിൻ, പോഡിയാട്രിസ്റ്റ്, പീഡിയാട്രിസ്റ്റ്, ENT, ഓർത്തോ ഡെന്റിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ്, സൈക്കോട്രിസ്റ്റ്, ഇങ്ങനെ വലിയൊരു ബോർഡ് കാണാം. ഈ ബോർഡിൻ്റെ അർത്ഥം എന്നറിയോ? നമ്മുടെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധാനിച്ച അനുഗ്രഹങ്ങളിലുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോഴോ കൂടുമ്പോഴോ നമ്മൾ കാണേണ്ട വിഭാഗമാണ് ആ വിഭാഗം എന്നാണ് ആ ബോർഡ് നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇൻ തഅദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നോക്കിയാൽ അത് നിങ്ങൾക്ക് എണ്ണാൻ സാധ്യമല്ല. ഓരോ മൈക്രോ സെക്കൻഡിലും നമ്മൾ ആസ്വദിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ. ഫമാ ബിക്കും ഫമിനല്ലാഹ്, നിങ്ങൾ എന്ത് അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ അതെന്താണ്? അതൊക്കെയും അല്ലാഹുവിൽ നിന്നാണ്. എന്ത് അനുഗ്രഹങ്ങളുണ്ട്?
എന്ത് അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെയും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് റമളാനിൽ നമ്മളിലേക്ക് പ്രവേശിച്ചെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥത്തിലും വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ 3 കാര്യങ്ങളും മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ദാസന്മാരായ രീതിയിൽ നോമ്പ് പിടിക്കാനും അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.